എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചമ്മന്തി തയ്യാറാക്കുന്നതിനായി എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഈ ചിക്കനുമായിട്ട് നന്നായി മസാലകൾ തേച്ച് പിടിപ്പിക്കണം. മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മസാലകൾ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയിട്ടുള്ള ചിക്കൻ ആയതിനാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് 6 കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് എന്നിവ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് ഫ്രൈ ചെയ്യണം. ഇവയൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തുള്ള തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെയാണ് ഈ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തേങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിനാണ് ചിക്കൻ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ ചൂട് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം വാളംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ചമ്മന്തിക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.